പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, നമ്മുടെ കർത്താവ് നമുക്കൊത്തിരി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. ഈ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനേകം വാഗ്ദത്ത വചനങ്ങളെ, ആയിരക്കണക്കിന് വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം പല ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്താൽ മാത്രമേ ആ വാഗ്ദത്തങ്ങളെ നമുക്ക് അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ നാം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അതേ പഴയ നിയമം നാം വായിക്കുമ്പോൾ യോശുവ ഭക്തൻ ഇസ്രായേൽ മക്കൾക്ക്, ഓരോ ഗോത്രങ്ങൾക്ക് ആമേൻ തങ്ങളുടെ അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ, ജോസഫ് ഗ്രഹത്തിൻ്റെ അടുത്ത് കടന്നു വരുമ്പോൾ ജോസഫിൻ്റെ മക്കൾ യോശുവയോട് പറയുന്നു, യഹോവ ഇതുവരെയും ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങളെ വലിയ ജനമാക്കി തീർത്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അവകാശം വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ ആമേൻ സ്തോത്രം 17-18 വചനങ്ങളിൽ യോശുവ യോസേഫിൻ്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയും ഉണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങളവരെ നീക്കിക്കളയും. അതേ, ജോസഫിൻ്റെ മക്കളായ എഫ്രൈമിനെ കുറിച്ചും മനശ്ശയെക്കുറിച്ചുമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യോശുവ ഭക്തൻ അവരോട് പറയുകയാണ്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, കാരണം നിങ്ങളെ അനുഗ്രഹിച്ചതും നിങ്ങളെ വലിയൊരു ജനമാക്കി തീർത്തതും ആമേൻ നിങ്ങളുടെ പിതാവായ ജോസഫിൻ്റെ ദൈവമാണ്. ആമേൻ. ആ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മഹാശക്തിയുണ്ട്. മഹാബലവാനായ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളതിനാൽ മഹാശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്. അതെ, ഈ നാളുകൾ ദൈവത്തിൻ്റെ ജനമായ നമ്മോടും കർത്താവ് അരുളി ചെയ്യുന്നത്, നമ്മെ ഇതുവരെയും കൊണ്ടെത്തിച്ച, നമ്മെ അനുഗ്രഹിച്ച, നമ്മെ വർദ്ധിപ്പിച്ച, ഇത്രത്തോളം നമ്മെ നടത്തിയ, സഹായിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ആ കർത്താവ് അത്ഭുത മന്ത്രിയാണ്, സർവശക്തനാണ്. ആ കർത്താവിൻ്റെ മക്കളായ നമുക്കും കർത്താവിൻ്റെ ശക്തി പകർന്നിരിക്കയാൽ അടുത്ത് നാം ചെയ്യേണ്ടത്, മലനാട് നിനക്കുള്ളത്, എന്നാൽ അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതെ, കാടാകുന്നു എങ്കിലും വെട്ടിത്തെളിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അവർക്ക് മഹാശക്തി നൽകിയത്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് എന്തിനാണ് ഈ ആത്മശക്തി നമ്മുടെ മേൽ പകർന്നത്? എന്തിനാണ് ഈ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നത്? ആത്മാവിനാൽ നടത്തപ്പെടുവാനും, അതുപോലെ തന്നെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ, ചുടികങ്ങളല്ല, കോട്ടകൾ എടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ ആ ആത്മസാന്നിധ്യത്താൽ നിറയപ്പെട്ട് ചിലത് നാം വെട്ടിത്തെളിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ നാം കൈവശമാക്കുവാൻ, അവകാശമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ചലഞ്ചസ്, അതിനെ നാം ഫേസ് ചെയ്യണം. അതിനോട് നാം എതിർത്ത് നിൽക്കണം. അതിനെ നാം വെട്ടിത്തെളിക്കണം. നീക്കേണ്ടത് നീക്കി, മാറ്റേണ്ടത് മാറ്റി, ക്ലിയർ ചെയ്യേണ്ടത് നാം ക്ലിയർ ചെയ്യുമ്പോൾ ആമീൻ അടുത്ത ഭാഗങ്ങളിൽ നാം വായിക്കുന്നു, അത് കാടാകുന്നെങ്കിൽ നിങ്ങൾ അതിനെ വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. ഇത് വെട്ടിത്തെളിച്ച് കഴിയുമ്പോൾ വീണ്ടും ആമേൻ സ്തോത്രം വിസ്താരത്തിൽ കർത്താവ് മാനിക്കും. കനാന്യർ, അവിടെ ഒരു കൂട്ടം ജാതികൾ താമസിക്കുന്നുണ്ട്, അവരാണ് കനാന്യർ. അവർക്കുള്ള പ്രത്യേകത, അവർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും. ഈ യോസഫിൻ്റെ മക്കൾക്ക് ഇരുമ്പ് രഥങ്ങളുണ്ടെന്നൊന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. അവർ മഹാബലവാന്മാരൊന്നുമല്ല. അവരുടെ ദൈവം അവരെ വർദ്ധിപ്പിച്ചിരിക്കുകൊണ്ട്, അനുഗ്രഹിച്ചിരിക്കുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി അവർക്കുണ്ട്. വേറെ യാതൊരു പ്രത്യേകതയുമില്ല. എന്നാൽ ഇവിടെയോ കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരാണ്, അവൻ ബലവാന്മാരാണ്, ആമേൻ ശ്രേഷ്ഠന്മാരാണ്, ആമേൻ സ്തോത്രം. എന്നാൽ അവർ
അങ്ങനെ ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. കാരണം നിങ്ങൾക്ക് അവകാശം തന്നത് ദൈവമാണ്. അമ്മേൻ സ്തോത്ര. കാടുകളെ വെട്ടിത്തെളിപ്പാൻ ബലം നൽകിയത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വിരോധമായി നിൽക്കുന്ന ശത്രുശക്തികളെ നീക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമെന്ന് യോശുവ ഭക്തൻ ജോസഫിൻ്റെ മക്കളോട് പറയുന്നത് പോലെ തന്നെ ഇന്ന് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവം തൻ്റെ സ്വന്തം ജനമായ നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾക്ക് മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ചില ചലഞ്ചസ് നാം ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെ ധൈര്യത്തോടെ നാം സ്തോത്രം എതിർത്ത് അതിനെ ജയിക്കുമെങ്കിൽ അതേ ക്രിസ്തീയ ജീവിതത്തിൽ ഇനിയും വിശ്വാസത്തിൽ വളരുവാനും ചിലത് പിടിച്ചടക്കുവാനും കൈവശമാക്കുവാനും ചില ശത്രുശക്തികളെ നീക്കി ജയം നേടുവാനും കർത്താവ് നമുക്ക് കൃപ നൽകും. ഈ വചനങ്ങളാൽ ദൈവത്തെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അപ്പോൾ വചനപ്രകാരങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമാണ്, വർദ്ധിപ്പിച്ച കർത്താവാണ്. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. അങ്ങ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ആത്മീയ സർവശക്തി, കർത്താവുടെ ശക്തിയാൽ ഞങ്ങൾ നിറഞ്ഞ് കർത്താവേ സ്തോത്രം സ്തോത്ര ശത്രുശക്തികളെ ജയിച്ചു മുന്നേറുവാൻ ചില ജനതരസ്ഥനെ ഫേസ് ചെയ്ത് കർത്താവ് ജയം നേടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിനെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നാം ഏവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.